ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാമൊക്കെയും നമസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് പടച്ച റബ്ബുമായി ഒരടിമ നടത്തുന്ന മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ് എന്ന് നമുക്കറിയാം. ആ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പാലിച്ച് അതിൻ്റെ മർമ്മമായ ഖുശൂ, ഭയഭക്തി അല്ലെങ്കിൽ ഏകാഗ്രത നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്ന സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ തെറ്റിക്കുന്ന, ഖുശൂ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ധരിച്ച് നമസ്കരിച്ചൊരു വസ്ത്രത്തെ സംബന്ധിച്ച ഹദീസുകളിൽ കാണാം. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വസ്ത്രത്തിൻ്റെ അലങ്കാരങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം പറഞ്ഞു, ഇദ്ഹബൂ ബിഹാദിഹിൽ ഖമീസ. ഈ വസ്ത്രം നിങ്ങൾ എന്നിൽ നിന്ന് കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് അത് മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഫഇന്നഹാ അൽഹത്നി ആനിഫൻ ഫീ സ്വലാത്തി. എൻ്റെ നിസ്കാരത്തിൽ അത് എന്നെ അശ്രദ്ധയിലാക്കി, അല്ലെങ്കിൽ എൻ്റെ ഏകാഗ്രതക്ക് അത് കോട്ടം തട്ടിച്ചു എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ആ ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ തെറ്റിക്കുന്ന, ഖുശൂ നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ത്വയ്യിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഫീ ഹാദൽ ഹദീസി ഈദാനുൻ ബിഅന്ന ലിസ്സുവരി വൽ അശ്യാ അല്ലാഹിറ തഅസീറൻ ഫിൽ ഖുലൂബി ത്വാഹിറത്തി വന്നുഫൂസി സക്കിയ്യ ഫളൻ അമ്മാ ദൂനഹ. ബാഹ്യമായി ചിത്രങ്ങൾക്കും അതേപോലെയുള്ള വസ്തുക്കൾക്കുമൊക്കെ ഏറ്റവും നല്ല മനസ്സുകളിൽ, വിശുദ്ധരായ ആളുകളുടെ മനസ്സിൽ പോലും ദുസ്വാധീനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പോലും സ്വാധീനം ഉണ്ടാക്കുവാൻ ഇത്തരം വസ്ത്രങ്ങൾക്കും അലങ്കാര വസ്തുക്കൾക്കുമൊക്കെ സാധിച്ചു എന്ന് വരുമ്പോൾ അതിനേക്കാൾ താഴെയുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര കണ്ട് സ്വാധീനം ചെലുത്തും എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. അതിനാൽ അലങ്കാരങ്ങൾ, ചിത്രപ്പണികൾ നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന യാതൊന്നും നിസ്കരിക്കുന്ന സ്ഥലത്തില്ലാതെയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കരിക്കുന്ന ആളുകളും അതേപോലെ പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ശ്രദ്ധിക്കണം. അപ്രകാരം തന്നെയാണ് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ. അത് വലിയൊരു അനുഗ്രഹമാണ്, സൗകര്യമാണ്. എന്നാൽ അത് റിംഗ് ടോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൈലന്റ് ആക്കണം, സ്വിച്ച് ഓഫ് ആക്കണം എന്നൊക്കെ ഏകദേശം എല്ലാ പള്ളികളും എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാതെ നിസ്കാരത്തിൽ നിന്ന് എല്ലാവരും കൈകെട്ടി നമസ്കരിക്കുമ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് ശല്യമാക്കുന്ന നിസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വന്ന വിശ്വാസികളെ ശല്യപ്പെടുത്തുന്ന, അവരുടെ നമസ്കാരത്തിൻ്റെ ഖുശൂ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടായാൽ അത് എത്രമാത്രം മോശമാണ്, പടച്ച റബ്ബിൻ്റെ ശാപകോപങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മറന്ന് സൈലന്റ് ആക്കാതെ പോയി അങ്ങനെ നിസ്കാരത്തിൽ അത് റിംഗ് ടോൺ ഉണ്ടായാൽ, ശബ്ദങ്ങൾ ഉണ്ടായാൽ, നമുക്ക് കൈ അഴിച്ചുകൊണ്ട് ആ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ, സൈലന്റ് ആക്കാൻ ശ്രമിക്കുന്നതിന് തെറ്റില്ല. നമ്മുടെ നിസ്കാരത്തിനും മറ്റുള്ളവരുടെ നിസ്കാരത്തിനും ഏറ്റവും കരണീയമായ, നമ്മുടെയും അവരുടെയും നിസ്കാരത്തെ ശല്യപ്പെടുത്താത്ത ഒരു നന്മയായിരിക്കും ഖുശൂ. നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.